പണ്ട് വളരെ പണ്ട് അടിമത്തം നിലനിന്നിരുന്ന കാലത്ത് ചിലപ്പോഴൊക്കെ അടിമകൾ യജമാനനെ കാണാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. യജമാനനെ ഭയന്നതുകൊണ്ടോ ജോലിഭാരം കൊണ്ടോ അതുമല്ലെങ്കിൽ താൻ സ്വയം പര്യാപ്തനാണ് എന്ന വിശ്വാസത്തിന്റെ പുറത്തെയൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്നത്. ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അടിമയെ കുറിക്കാനാണ് അൽ അബ്ദുൽ ആബിഖ് എന്ന് പ്രയോഗിക്കുക. വിശുദ്ധ ഖുർആൻ അബക്ക എന്നുള്ള പദം ആകെ ഒരു തവണയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറാഖിലെ നീനവ എന്നുള്ള പ്രദേശത്തേക്ക് പ്രബോധനത്തിനായി പറഞ്ഞയച്ചു. സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ കളവാക്കി. പ്രതീക്ഷയോടുകൂടി തന്റെ പണി തുടരുന്നതിന് പകരം നിരാശയോടെ ആ പണി ഉപേക്ഷിച്ച് അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതേക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇത് അബക്ക ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ, അദ്ദേഹം ആ കപ്പലിലേക്ക് ഓടി രക്ഷപ്പെട്ടപ്പോൾ എന്ന് സൂചിപ്പിച്ചത്. പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതോടുകൂടി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഷ്ടകാലം തുടങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹം കടലിലെറിയപ്പെട്ടു, പിന്നീട് തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ടു, അവസാനം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് ചെയ്തത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ചരിത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. നാം എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ആ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പിന്നീട് നമ്മുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ് ചെയ്യുക. തിരിച്ചു വരുന്നത് വരെ ആ കഷ്ടകാലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന വഴി ഏതാണ് എന്നുള്ളതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുൻനിർത്തി നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്.